പിറ്റേന്ന് പ്രഭു വീട്ടിലുള്ളപ്പോൾ സിന്ധു അവനെ ഫോണിൽ വിളിച്ചു. എന്നാൽ അമ്മ അടുത്തുണ്ടായിരുന്നതുകൊണ്ട് ഒന്നും സംസാരിക്കാനാകാതെ അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ബാത്റൂമിൽ പോയി തിരിച്ചു വിളിച്ചപ്പോൾ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തിയപ്പോൾ നീ എന്തിനാണ് വിളിച്ചത് എന്ന് പ്രഭു ചോദിച്ചു. ഒരു ക്ലബ്ബിലെ പരിപാടിക്ക് കൂട്ടുവരാമോ എന്ന് ചോദിക്കാനായിരുന്നു വിളിച്ചതെന്ന് അവൾ പറഞ്ഞു. അതിനെന്താ, ഞാൻ വരാം എന്ന് പ്രഭു പറഞ്ഞപ്പോൾ വേണ്ട, ഓഫീസിലെ സതീഷ് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് സിന്ധു പറഞ്ഞു. ഉടനെ പ്രഭു സതീഷിനെ കണ്ട് ഞാൻ അവളുടെ കൂടെ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ആദ്യം സമ്മതിച്ചില്ലെങ്കിലും പിന്നീട് സതീഷ് സമ്മതിച്ചു. അങ്ങനെ പ്രഭു സിന്ധുവിനൊപ്പം ക്ലബ്ബിൽ പോയി. അവിടെ വെച്ച് അവൾ അവനോട് മദ്യപിക്കാൻ പറഞ്ഞു. എന്നാൽ പ്രഭു മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ഒരു ടാസ്ക് നൽകി. ഒന്നെങ്കിൽ മദ്യപിക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യണം എന്ന് പറഞ്ഞു. മദ്യപിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പ്രഭു ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്തു. അതിന്റെ പേരിൽ അവന് അടികിട്ടി. തിരിച്ച് അവൾക്കും പ്രഭു ഒരു ടാസ്ക് നൽകി. അവിടെയുള്ള ഒരു പയ്യനെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ അവൾ അതിന് തയ്യാറാകാതെ മദ്യം കുടിച്ചു. അധികം മദ്യപിച്ചതുകൊണ്ട് അവൾക്ക് ബോധം പോയി. പ്രഭു തന്നെ അവളെ വീട്ടിലെത്തിച്ചു. പിറ്റേന്ന് സിന്ധു തന്റെ അച്ഛനോട് പ്രഭുവിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുകയും അവനെ കാണണമെന്ന് അച്ഛൻ പറയുകയും ചെയ്തു. സിന്ധു വേഗം തന്നെ പ്രഭുവിനോട് അച്ഛനെ മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു. പക്ഷെ പ്രഭു അച്ഛനെ കാണാൻ വന്നില്ല. ഇതിന്റെ ദേഷ്യത്തിൽ പിറ്റേന്ന് ഓഫീസിൽ വെച്ച് സിന്ധു അവനോട് സംസാരിച്ചില്ല. എന്നാൽ ഓഫീസ് കഴിഞ്ഞ് ലിഫ്റ്റിൽ പോകുമ്പോൾ പെട്ടെന്ന് കറന്റ് പോയപ്പോൾ പേടിച്ചുപോയ സിന്ധു പ്രഭുവിനെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം പ്രഭു അവളെ കിസ് ചെയ്തു. സിന്ധുവും അവനെ തിരിച്ചും കിസ് ചെയ്തു. പിന്നീട് പ്രഭു അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു. അവിടെ വെച്ച് അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ആ സമയത്ത് പ്രഭു സിന്ധുവിനെ പ്രപ്പോസ് ചെയ്തു. എന്നാൽ അത് കേട്ടതും സിന്ധു അവനെ റിജക്റ്റ് ചെയ്തു. ഇപ്പോൾ നടന്നതെല്ലാം ഒരു ടൈംപാസ് മാത്രമായി കാണണം എന്ന് അവൾ പ്രഭുവിനോട് പറഞ്ഞു. അത് കേട്ട് ദേഷ്യം വന്ന പ്രഭു അവിടെ നിന്നും ഇറങ്ങിപ്പോയി.